KSTA പട്ടാമ്പി ഉപജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുവാനാണ് സമ്മേളനം ആഹ്വാനം ചെയ്തത്. KSTA പട്ടാമ്പി ഉപജില്ലാ 34-ാം വാർഷിക സമ്മേളനമാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക, നവകേരളത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യവുമായാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം കെ രഞ്ജിത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് കെ കാവേരി അധ്യക്ഷയായി. ടി വിശ്വനാഥൻ, കെ പി സ്മിത, പി ജി ഗിരീഷ് കുമാർ, വി പി മനോജ്, എ സുധീർ, കെ പ്രസാദ്, കെ ജയപ്രകാശ്, ഇ എം ശ്രീദേവി, എ ഷെമി, എം പി വിപിനൻ, എസ് മിനി, കെ സി ഷാജിമോൻ, വെങ്കിടേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരിച്ചുവന്നിടാത്ത ദൂരയാത്ര എന്നതിന് സഖാക്കളെ അടിച്ചുടച്ചിടാമെന്ന തീർച്ച നമ്മളുടെ മനോബലം കാൽവിലങ്ങുകൾ തകർത്ത് കൈകളിൽ കരുത്തുമായി ഉയർന്നെണീറ്റു വന്നിടും സമീപമാത്രമില്ല എന്ന വരികൾ അന്വർത്ഥമാകുന്ന നിലയിലാണ് ഇടതുപക്ഷത്തിന്റെ ശരിയുടെ പക്ഷത്തിന്റെ മുന്നേറ്റം എല്ലാ മേഖലയിലും ഉയർന്നത്. ലോകത്താകെ ഇടതുപക്ഷമാണ് ശരിയെന്ന് പ്രഖ്യാപിക്കുന്നതാണ്. ഒടുവിൽ ശ്രീലങ്കയിലാണ് പ്രഖ്യാപിക്കുന്നത്. ചൈനയിലും ക്യൂബയിലും വിയറ്റ്നാമിലും ലാവോസിലും ഉത്തരകൊറിയയിലും കൊളംബിയയിലും ഉൾപ്പെടെ എല്ലാ മേഖലയിലും ഇടതുപക്ഷമാണ് ശരിയെന്ന് പ്രഖ്യാപിക്കുന്നതിന്റെ അവസാനത്തെ അടിവരയിലാണ് ശ്രീലങ്കയിൽ നടക്കുന്നത്. എന്നാൽ ആ ഇടതുപക്ഷ മുന്നേറ്റത്തിനോടൊപ്പം തന്നെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം, അമേരിക്കൻ കോൺഗ്രസ് 2 തവണയായി ഇംപീച്ച് ചെയ്യപ്പെട്ട ഒരു മനുഷ്യൻ, അമേരിക്കൻ കോൺഗ്രസ് 2 തവണ പുറത്താക്കിയ ഒരു മനുഷ്യൻ, ഒരു കൊലക്കേസിൽ ശിക്ഷയ്ക്ക് വിധേയനായ ഒരു മനുഷ്യൻ അമേരിക്കയുടെ ഭരണാധികാരിയായി വീണ്ടും അധികാരത്തിലേക്ക് വരുന്നു എന്ന ആശങ്ക. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.